കഥ തുടരുന്നു. അമ്മേ, അപ്പു വിളിച്ചു. എന്താമ്മേ പറ്റിയത്? അവൻ കിടക്ക വിട്ട് എഴുന്നേറ്റു. കോട്ടൺ ചുരിദാറിൻ്റെ ദുപ്പട്ട കൊണ്ട് ഉമ്മ കണ്ണും മുഖവും തുടച്ചു. എന്നിട്ട് മകനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല അപ്പു, അമ്മ എന്തോ പേടി സ്വപ്നം കണ്ടു. അപ്പു അത് വിശ്വസിച്ചില്ല. നുണയാത്, ഉറങ്ങാൻ സമയമായില്ലല്ലോ, ഉറങ്ങാതെ സ്വപ്നം കാണുമോ? ഒന്നുകൂടി മുഖം തുടച്ചതല്ലാതെ അവൾ മറുപടി പറഞ്ഞില്ല. എനിക്കറിയാം, അവൻ പറഞ്ഞു. അമ്മുവിനെ അച്ഛനെക്കുറിച്ച് അമ്മയ്ക്ക് ഓർമ്മ വന്നു, അതാ കരഞ്ഞത്. പിന്നെന്തിനാ അവരെ ഇവിടുന്ന് പറഞ്ഞയച്ചത്? ഉമ്മ ശബ്ദിച്ചതേയില്ല. അമ്മമ്മയും താരയെങ്കിലുമാ കാരണക്കാര്. അമ്മയുടെ അടുത്ത് അച്ഛനെക്കുറിച്ച് നുണ പറഞ്ഞു തന്നു, തെറ്റിച്ചതാ. അച്ഛനും അമ്മയും പോയ അന്ന് വൈകുന്നേരം താരയെങ്കിലിനോട് അമ്മ പറയുന്നത് ഞാൻ കേട്ടതാ. താരയെങ്കിലിനെ അമ്മ ഗെറ്റൗട്ട് ഒഴിച്ചതും ഞാൻ കണ്ടു. ഇനിയെങ്കിലും അച്ഛനും അമ്മേനെയും തിരിച്ചു വിളിച്ചൂടെ? അപ്പു ലൈറ്റ് ഓഫ് ചെയ്യൂ, ഉമ്മയുടെ സ്വരത്തിൽ താക്കീതുണ്ടായിരുന്നു. ദേഷ്യത്തിൽ അമ്മയെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അപ്പു മുറിയിലെ വിളക്കണച്ചു. എന്നിട്ട് കിടക്കയിൽ കയറി കമിഴ്ന്നു കിടന്നു. ആ വഴി അവൻ ഉറങ്ങിപ്പോയി. ഉണർന്നത് സുഖകരമായ ഒരു സ്വപ്നത്തിനിടയിലാണ്. അച്ഛനും അമ്മയും അമ്മവും താനുമെല്ലാം ഒരു വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മീനു ആൻറ്റിയാണ് വിളമ്പുന്നത്. അപ്പോഴാണ് വേക്കപ്പ് അലാറം ശബ്ദിച്ചത്. ഒപ്പം അമ്മയുടെ ഓർഡറും. അപ്പോൾ വേഗം എണീക്ക്, എന്നിട്ട് മുഖം കഴുകി ഹോംവർക്ക് ചെയ്യേ, അത് കഴിഞ്ഞ് കുളിക്കാം. അപ്പോൾ അതേപടി അനുസരിച്ചു. അമ്മയ്ക്ക് അച്ഛനോടും അമ്മുവിനോടും സ്നേഹമുണ്ടെന്നത് അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. സ്നേഹമുണ്ടായിട്ടും അമ്മ അവരെ തിരിച്ചു വിളിക്കാത്തത് വാശിയും ദുരഭിമാനവും കാരണമാണ്. അവർ സ്വയം തിരിച്ചു വന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ അമ്മ തയ്യാറാവും. ഇന്ന് സ്കൂളിൽ വരുമ്പോൾ അച്ഛനോട് ആ സത്യം പറയണമെന്ന് അപ്പു തീരുമാനിച്ചു. താഴെയുള്ള സ്വന്തം മുറിയിൽ പോയാണ് അവൻ ഹോംവർക്കുകൾ ചെയ്തതും കുളിച്ച് റെഡിയായതും. രാവിലെയും ട്യൂഷനുണ്ട്, അതിനും സൈക്കിളിൽ തന്നെ പോകണം. അത് കഴിഞ്ഞ് വന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിൽ പോവുക. ട്യൂഷന് പോകും മുമ്പ് അമ്മയോട് പറയാനായി അപ്പു വീണ്ടും മുകൾ നിരയിലെ അമ്മയുടെ മുറിയിലെത്തി. ആൾ മുറിയിലില്ലെങ്കിലും ടോയ്ലറ്റിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. അമ്മയ്ക്ക് 3 മൊബൈൽ കണക്ഷനാണുള്ളത്. ഒന്ന് ഔട്ട് പേഷ്യൻസിനായി വീട്ടിൽ എത്തുന്നവരുടെ ആവശ്യത്തിനുള്ളതാണ്. അടുത്ത നമ്പർ ശുദ്ധമായും ഒഫീഷ്യലാണ്. അമ്മ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നുള്ള ഔദ്യോഗിക വിളികൾ വരിക അതിലേക്കാണ്. ആ ഫോൺ അമ്മ കുളിമുറിയിൽ പോലും കൂടെ കൊണ്ടുപോകും. മൂന്നാമത്തേത് പേഴ്സണൽ ഫോണാണ്. അവൻ ഫോൺ തിരയുന്നതിനിടയിൽ കിടക്കയിൽ നിന്ന് അമ്മയുടെ സ്വകാര്യ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. ചെന്ന് നോക്കുമ്പോൾ കണ്ടത് താരേട്ടൻ കാളിംഗ് എന്നാണ്. അപ്പുവിൻ്റെ മുഖം ചുളിഞ്ഞു. ആർട്ടറി കട്ട് ചെയ്യും മുമ്പ് അമ്മ ഗെറ്റ് ഔട്ട് ചെയ്തതാണ് ഈ മനുഷ്യനെ. ആ സംഭവത്തിന് ശേഷം ഇയാൾ ഹോസ്പിറ്റലിലോ വീട്ടിലോ എത്തിയിട്ടില്ല. പിന്നെന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത്? ഒരുപക്ഷെ അമ്മയും ഇയാളും തമ്മിലുള്ള പിണക്കം അവസാനിച്ചിരിക്കുമോ? വീണ്ടും കൂട്ടായിട്ടുണ്ടാവുമോ? അതുകൊണ്ടാണോ അമ്മ അച്ഛനെ ഇവിടേക്ക് തിരിച്ചു വിളിക്കാത്തത്? എങ്കിൽ സൂക്ഷിക്കണം. റിങ് അവസാനിച്ചതും അവൻ ഫോൺ എടുത്ത് കോൾ രജിസ്റ്റർ പരിശോധിച്ചു. താരാനാഥൻ്റെ 2 മിസ്ഡ് കോൾസ് കൂടെ ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ, കൂടാതെ ഒരു റിസീവ്ഡ് കോളും. അതിനർത്ഥം അമ്മ അയാളുടെ കോളെടുത്ത് സംസാരിച്ചു എന്നാണ്. അല്പം മുമ്പ് അമ്മയെക്കുറിച്ച് മനസ്സിൽ തോന്നിയ മതിപ്പ് ചാരമായി. സർവ്വസന്തോഷവും കെട്ടടങ്ങി. സ്കൂളിലെത്തുന്ന അച്ഛൻ്റെ മുന്നിൽ എങ്ങനെ സന്തോഷം ഭാവിക്കുമെന്ന് പോലും അറിയാതെയായി. ഫോൺ കിടക്കയിലേക്ക് എറിഞ്ഞിട്ട് അപ്പു മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ട്യൂഷൻ കഴിഞ്ഞ് അവൻ എത്തിയപ്പോഴേക്കും അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വിളിക്കുമ്പോൾ മീനു അപ്പുവിനോട് തിരക്കി. എന്താ മോൻ്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. മോൻ വരും മുമ്പ് മമ്മി പോയതുകൊണ്ടാണോ? മമ്മിയല്ല, താക്കീതിൽ അപ്പു വിരൽ ചൂണ്ടി. ഞങ്ങൾ അമ്മയെന്നാണ് വിളിക്കുന്നത്. മുമ്പും അമ്മ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നല്ലോ അപ്പൂട്ട. ഇന്ന് പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടാ മോനെ അമ്മ പോയത്. മോൻ വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അമ്മ. എന്തിനാ മീനു ആൻറ്റി ഇതൊക്കെ പറയണത്? അമ്മ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെന്ത് പറ്റി മക്കൾക്ക്? കുന്തം. അവൻ തിരിഞ്ഞു നടന്നു. എങ്കിലും അപ്പോൾ സ്കൂൾ ബസ്സിൽ കയറി പോകും വരെ മീനു ഗേറ്റിൽ തന്നെ നിന്നു. അന്ന് അവൻ്റെ സ്കൂളിൽ അച്ഛൻ മാത്രമല്ല അച്ഛമ്മയും അമ്മവും എത്തി. അമ്മ ഓടി വന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ അസുഖം ഭേദായോ അപ്പേട്ടാ? അപ്പുവിൻ്റെ മുഖം കനത്തു. അമ്മ എന്നെ തിരക്കിയോ? ഇല്ല. അവൻ മുഖം തിരിച്ചു. അമ്മുവിന് സങ്കടമായി. നിറമിഴികളോടെ അവൾ അച്ഛനെ നോക്കി. അപ്പേട്ടനെ കാണാൻ നമ്മൾ ഇവിടെ വരുമെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ മോളെ. ബാലു മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. റബേക്ക ആൻറ്റിയോട് അമ്മ മോളുടെ കാര്യം തിരക്കാറുണ്ടെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞതാണല്ലോ. അത് അമ്മുവിന് വിശ്വാസമായില്ലേ? ഏട്ടൻ സ്കൂളിൽ പോരുമ്പോൾ അമ്മ ആശുപത്രിയിൽ പോയിരുന്നു മോളെ. അപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. അതുകൊണ്ടാണ് മോളെക്കുറിച്ച് തിരക്കാഞ്ഞത്. അല്ലെങ്കിലും പെറ്റ അമ്മയ്ക്ക് മക്കളെക്കുറിച്ച് തിരക്കാതെ ഓർക്കാതെ ഇരിക്കാൻ പറ്റുമോ മോളെ? അച്ഛമ്മയായ സരള അമ്മുവിനെ തഴുകി. അപ്പുവിന് അവർ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നൽകി. അച്ഛമ്മ വന്നപ്പം അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്ന മക്കളെ. അന്ന് ആശുപത്രിയിൽ വെച്ച് തരാൻ പറ്റിയില്ല. ഒരു ദിവസം അമ്മ അറിയാതെ മോൻ ഫ്ലാറ്റിൽ വരണം കേട്ടോ. അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളൂ. മോന് ഒരു പിടി ചോറ് വാരിത്തരാൻ അച്ഛമ്മയ്ക്ക് കൊതിയാ. കുഞ്ഞുപ്രായത്തിലും ഒന്നും അതിന് കഴിഞ്ഞില്ല. ആണ്ടിലൊരിക്കലൊക്കെ ആ വീട്ടിൽ വരാറുണ്ടെങ്കിലും
1 മണിക്കൂറിൽ കൂടുതൽ അവിടെ തങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ വരാമച്ചമ്മേ. സർലയെ കെട്ടിപ്പിടിച്ച് അപ്പു ആ കവിളിൽ ഉമ്മ വെച്ചു. ആ കാർ ഗേറ്റിൽ നിന്ന് അകന്നപ്പോൾ സങ്കടം കൊണ്ട് അവൻ്റെ നെഞ്ചു പൊടിഞ്ഞു. അപ്പോഴും അപ്പുവിന് അമ്മയോട് ദേഷ്യമായി. രാത്രിയിൽ ഹോംവർക്സ് കഴിഞ്ഞപ്പോൾ മകനെ മുകളിലെ കിടക്കറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഉമ്മ വാതിൽക്കലെത്തി. മണി 11 വന്ന് കിടന്നോളൂ. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. മുമ്പ് ഞാൻ തനിച്ചല്ലേ കിടന്നിരുന്നത്. എനിക്കതാ ഇഷ്ടം. അന്ന് പക്ഷേ തൊട്ടടുത്ത മുറിയിൽ നിൻ്റെ അച്ഛനുണ്ടായിരുന്നല്ലോ. വല്ല പേടി സ്വപ്നവും കണ്ട് കരഞ്ഞാൽ മുകളിൽ ഞാൻ അറിയില്ല. അമ്മയെപ്പോലെ പേടി സ്വപ്നം കാണുന്ന ശീലം എനിക്കില്ല. എങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ. നല്ല മനസ്സുള്ളവർക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ക്ലാസ് ടീച്ചർ പറയാറുള്ളത്. മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ പാടില്ല. കഴിയുന്നത്രയും നല്ലത് ചെയ്യാനും സഹായിക്കാനും ശ്രമിക്കുകയും വേണം. മനസ്സമാധാനത്തിന് അത്രയും മതി, പ്രാർത്ഥന വേണ്ടത്രേ. എന്താ ടീച്ചറുടെ പേര്? അമല. ടീച്ചറുടേത് നല്ല ഉപദേശമാണെന്ന് അമ്മ പറഞ്ഞു എന്ന് പറയണം. അമ്മ പരിഹസിച്ചതാണോ എന്ന സംശയം കൊണ്ട് അപ്പു മറുപടി പറഞ്ഞില്ല. ഗുഡ് നൈറ്റ് ആശംസിച്ച് ഉമ സ്റ്റെയർ കേസ് കയറി. എങ്കിലും രാത്രിയിൽ 2 തവണ പടികളിറങ്ങി വന്ന് അവൾ മകൻ്റെ മുറിയുടെ വാതിൽക്കലെത്തി കാതോർത്തു. വാതിൽ അല്പം തുറന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. അവൻ ശാന്തമായി ഉറങ്ങുകയാണ്. രാവിലെ അമ്മ കുളിമുറിയിൽ കയറിയതും അപ്പു ആ കിടക്കയിലെത്തി മൊബൈൽ ഫോൺ പരിശോധിച്ചു. തലേന്നു പകൽ അമ്മ താരനാഥനെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. ആ ഫോൺ എറിഞ്ഞുടയ്ക്കണമെന്ന് തോന്നി അവന്. എങ്കിലും ക്ഷമിച്ചു. അന്ന് രാത്രിയിൽ അപ്പു തൻ്റെ ഡയറിയിൽ എഴുതി, ഐ ആം മദർലെസ്. പഠനമുറിയും പുസ്തക അലമാരയും ലോക്ക് ചെയ്യാൻ പാടില്ലെന്ന് അമ്മയും അച്ഛനും ഒരുപോലെ നിബന്ധനകൾ വച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മകൻ ക്ലാസ്സിൽ പോയപ്പോൾ ഉമ ആ ഡയറി പരിശോധിച്ചു. അവൻ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും സ്വന്തം വിഷമം ആരെയും അറിയിച്ചില്ല. അന്ന് ഉമയെ തലശ്ശേരിയിൽ നിന്ന് അച്ഛൻ വിളിച്ചു. എങ്ങനെയുണ്ട് മോളോ നിൻ്റെ അവസ്ഥ? മനസ്സ് ശാന്തമാണോ? കൂട്ടത്തിലൊന്ന് അറിയിച്ചോട്ടെ. എന്ത് വ്യസനമുണ്ടായാലും അച്ഛനെ വിളിക്കണം. അച്ഛനവിടെ ഓടിയെത്തും. മുമ്പത്തെ പോലുള്ള മടയത്തരമൊന്നും ഇനി കാട്ടരുത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ്റെ ഹൃദയം അതോടെ നിൽക്കും. നിൻ്റെ അമ്മയും ദൈവം നിനക്ക് തന്ന 2 ഓമനകളും ഈ ഭൂമിയിൽ തനിച്ചാവും. ഇല്ലച്ചാ, ഞാനിനി അത്തരം മടയത്തരമൊന്നും കാട്ടില്ല. നിനക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അച്ഛൻ കുറച്ചു നാൾ കൂടെ വന്ന് താമസിക്കാം. വേണ്ടച്ചാ, അമ്മ അവിടെ തനിച്ചാവില്ലേ? അമ്മ ഒരു സമയവും തനിച്ചല്ല. വന്ന അന്നു മുതൽ ഉറങ്ങാനല്ലാതെ ഈ വീട്ടിൽ ഉണ്ടാവാറില്ല. സദാസമയവും അവൾ ക്ലാസ്സിലാണ്. നിരന്തരമായ പരിശീലനം. മറ്റന്നാൾ അവൾ വിമാനം കയറും. നോർത്ത് ഇന്ത്യൻ പര്യടനമാണ്. ആ സമയത്ത് ഞാനിവിടെ തനിച്ചാണ്. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ടച്ചാ, അച്ഛനവിടെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളുള്ളതല്ലേ. ഇവിടെ വന്നാൽ ഞാൻ ഹോസ്പിറ്റലിലും അപ്പോൾ സ്കൂളിലും പോയി കഴിയുമ്പോൾ അച്ഛൻ പിന്നെയും തനിച്ചാവും. ഓക്കെ, നിനക്ക് പ്രശ്നമില്ലെങ്കിൽ അച്ഛൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല. എന്നാലും ഒരു സ്വകാര്യം ചോദിക്കട്ടെ? എന്താച്ചാ? താരയെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ഉണ്ടല്ലോ, എന്നെ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടും വിളിച്ചിരുന്നു. ദേവനാരായണ തിരുമുൽപ്പാടിന് അത്ഭുതമായി. മഹേശ്വരി അവൻ്റെ 4 ഫോണിലും നിരന്തരം വിളിച്ചു. 4ഉം ഓഫായിരുന്നു. നീ ഹോസ്പിറ്റലൈസായിട്ട് അവൻ അങ്ങോട്ടും കടന്നില്ല. നിൻ്റെ ആത്മഹത്യശ്രമം അവൻ അറിയാതെ വരില്ല. പിന്നെന്തുകൊണ്ടാണ് അവൻ വരാഞ്ഞത്? ഫോൺ ഓഫ് ചെയ്തതും? അമ്മ അച്ഛൻ്റെ അടുത്ത് ആ രഹസ്യം അറിയിച്ചിട്ടില്ലെന്ന് അവൾക്ക് വ്യക്തമായി. ആ സ്ഥിതിക്ക് ഉമയും അത് ഒളിക്കാൻ തന്നെ തീരുമാനിച്ചു. സുഖമില്ലാത്ത അച്ഛൻ്റെ മനസ്സുയരം തകരണ്ട. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തതിൽ താരേട്ടന് നല്ല പ്രതിഷേധമുണ്ട്. ആർക്കതില്ലാത്തത്? എന്നാലും നീ എന്തിനാ അത് ചെയ്തത്? ഇപ്പോഴും അച്ഛനത് മനസ്സിലായിട്ടില്ല മോളെ. അമ്മയോട് നീയൊന്നും പറഞ്ഞില്ലല്ലോ. ബാലഗോപാൽ മകളെ നിന്നിൽ നിന്ന് കവർന്നുകൊണ്ട് പോയതിനാണോ കുട്ടി? അതെ അച്ഛാ. ഉത്തരം പെട്ടെന്നായിരുന്നു. അവൻ കുട്ടിയെ തിരിച്ചു കൊണ്ടു തന്നിട്ടും നീ അവളെ കയ്യേൽക്കാഞ്ഞതോ? കൊണ്ടുപോയവർ തന്നെ എടുത്തോട്ടെന്ന് വിചാരിച്ചാ? അപ്പു എൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അപ്പുവിനെയും അമ്മുവിനെയും നിനക്ക് കിട്ടുമോളെ. അതിനുള്ള ന്യായം നമുക്കുണ്ട്. കേസ് പറഞ്ഞ് നമുക്ക് കുട്ടികളെ തിരികെ വാങ്ങാം. അച്ഛൻ വാങ്ങിത്തരാം. നീ ആത്മഹത്യ ചെയ്താൽ അവൻ ജയിക്കും. അപ്പുവിനെയും അവൻ കൊണ്ടുപോകും, നിൻ്റെ സ്വത്തുക്കളും. അവനെ അങ്ങനെ ജയിപ്പിക്കരുത് കുട്ടി നീ. ഇല്ല അച്ഛാ, ഞാൻ സ്വയം തോൽക്കാൻ തീരുമാനിച്ചിരിക്കുക. വേണച്ചാ അപ്പുവിനെ കൂടി കൊണ്ടുപോയിക്കോട്ടെ. എനിക്കൊന്നും വേണ്ട. തെറ്റ് എൻ്റെ പക്ഷത്താ. എന്ത് തെറ്റ്? അതൊന്നും അച്ഛൻ അറിയണ്ട. ഇനി ഞാൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് മാത്രം വാക്കുതരാം. വയസ്സായ അച്ഛൻ്റെ മനസ്സ് ഞാൻ തകർക്കില്ല. ഉമയാണ് കോൾ അവസാനിപ്പിച്ചത്. രാത്രി പതിവ് സമയത്ത് വീണ്ടും അവളുടെ ഫോണിൽ താരനാഥൻ്റെ പേര് തെളിഞ്ഞു. എടുക്കണ്ട എന്ന് വിചാരിച്ചെങ്കിലും എടുക്കാതെ അയാൾ സമ്മതിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഉമ കോൾ ബട്ടൺ അമർത്തി കാതോട് ചേർത്തു. ഞാൻ ഹോസ്പിറ്റലിലാണ് താരേട്ടാ, ഓൺ ഡ്യൂട്ടി. എനിക്കൊന്നേ പറയാനുള്ളൂ ഉമ, നീ എനിക്ക് മാപ്പ് തരണം. പകരം എന്ത് പ്രായശ്ചിത്തവും ഞാൻ ചെയ്യാം. നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്തതുകൊണ്ട് എനിക്ക് നഷ്ടമായ ജീവിതം തിരിച്ചു കിട്ടുമോ? എല്ലാം ഉമയ്ക്ക് ബാലുവിനോട് തുറന്നു പറയാമല്ലോ. അയാളെ തിരിച്ചു വിളിക്കാമല്ലോ. 10ഓളം വർഷങ്ങൾ ഭർത്താവിനെ തെറ്റിദ്ധരിച്ച് ക്രൂരമായി വേദനിപ്പിക്കുകയും മാനസികമായി തകർക്കുകയും ചെയ്തത്
ഒടുവിൽ ഒരുമിച്ച് താമസിച്ച വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഭാര്യയാണ് ഞാൻ. ഇനി തിരിച്ചു വിളിക്കാനോ? എൻ്റെ ഭർത്താവ് എനിക്ക് മാപ്പ് തന്നാലും ഞാൻ എനിക്ക് മാപ്പ് നൽകില്ല. എന്തെല്ലാമാണ് ബാലുവിനെക്കുറിച്ച് താരേട്ടൻ പറഞ്ഞുണ്ടാക്കിയത്? അവിഹിത ബന്ധങ്ങൾ, വൃത്തികെട്ട ഭൂതകാലം, ആ അമ്മയെയും സഹോദരിമാരെയും പോലും വെറുതെ വിട്ടില്ല. ഒടുവിൽ പറഞ്ഞതെല്ലാം കളവായിരുന്നെന്ന് ഏറ്റുചൊല്ലി. നിന്റെ സ്നേഹത്തിന് വേണ്ടിയാ ഉമ ഞാൻ ആ മഹാപാപം മുഴുവൻ ചെയ്തത്. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ. ഞാൻ അത്ര നിന്നെ സ്നേഹിച്ചിരുന്നു ഉമ. എൻ്റെ സ്നേഹം വ്യക്തമാക്കാം. ഞാൻ ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞത് അതുകൊണ്ടാണ്. നീ അപ്പോഴും പറഞ്ഞു എന്നെ സഹോദരനായേ കാണാൻ കഴിയുമെന്ന്. ആര് പറഞ്ഞു അങ്ങനെ? സഹോദരനായി കണ്ടതൊക്കെ മുമ്പേ. അതുകൊണ്ടല്ലേ ഞാൻ ശിക്ഷിക്കപ്പെട്ടത്. ഇനി എനിക്ക് നിങ്ങളെ ശത്രുവായേ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് മാപ്പ് തരില്ലെന്നും പറഞ്ഞത്. അതുകൊണ്ട് ഇനി മേലാൽ എന്നെ വിളിക്കരുത്. അങ്ങോട്ട് വിളിച്ചു തന്നെ ഞാനത് ആവശ്യപ്പെട്ടതാണല്ലോ. എൻ്റെ കുടുംബം നിൻ്റെ കുടുംബമാണോ? എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. എങ്കിൽ താരേട്ടൻ സ്വന്തമായൊരു കുടുംബം ഉണ്ടാക്കണം. ലക്ഷങ്ങൾ ആരാധകരുള്ള ഒരു കലാകാരനല്ലേ? നുണ പറഞ്ഞല്ല ആളുകളെ സ്വന്തമാക്കേണ്ടത്, നേർവഴിക്ക് സ്നേഹിച്ചാണ്. ഒന്നുകൂടി ഞാൻ പറയുക, എന്നെ ഇനി വിളിക്കരുത്. ഞാൻ ഇനി ഫോൺ എടുക്കില്ല. കോൾ കട്ട് ചെയ്തതും അവൾ ഫോൺ ഓഫ് ചെയ്തു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉമ തനിയെ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ അപ്പു ട്യൂഷന് പോകാൻ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൂട്ടാ, അവൾ മോനെ ചേർത്ത് പിടിച്ചു. നന്നായി ഉറങ്ങിയോ? ഉറങ്ങി. അമ്മയുടെ കൈ തട്ടി മാറ്റി അവൻ സൈക്കിൾ എടുത്ത് ഗേറ്റ് കടന്നു. അന്ന് പകലും രാത്രിയും ഉമ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് പകൽ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ വെച്ച് ബാലുവിനെ കാണാമല്ലോ എന്ന് അവൾ ആശിച്ചു. ബാലു ലീവ് കഴിഞ്ഞ് എത്താതിരിക്കില്ല. 2 പേർക്കും ഡേ ഡ്യൂട്ടിയുള്ള ദിവസമാണ് വെള്ളി. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഉമ അറിഞ്ഞത് ഡോക്ടർ ബാലഗോപാൽ അവിടെ നിന്ന് റിസൈൻ ചെയ്ത വാർത്തയാണ്. ഹോസ്പിറ്റൽ റിസപ്ഷനിൽ ജോലി ചെയ്യുന്ന സബിതരാജ് എന്ന യുവതിയാണ് അവളോട് അത് പറഞ്ഞത്. പറയുക മാത്രമായിരുന്നില്ല, ചോദിക്കുകയായിരുന്നു. ബാലു ഡോക്ടർ ഇന്നലെ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തതെന്ന് കേട്ടല്ലോ. എന്ത് പറ്റി ഡോക്ടർ? ഉമയുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടതും ചോദ്യങ്ങൾ അധികമായി. ഡോക്ടർ അറിഞ്ഞില്ല അല്ലേ? ഇപ്പോൾ 2 പേര് ഒരുമിച്ചല്ലേ താമസം? സ്റ്റാഫുകൾ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്. നിങ്ങൾ 2 പേരും ഡിവോഴ്സായെന്ന് വരെ. ഡോക്ടറോടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വിഷമമായെങ്കിൽ സോറി കേട്ടോ. ഒരു മറുപടിയും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു. ലിഫ്റ്റിൽ വെച്ചും ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് തിരക്കി. ബാലു ഡോക്ടർ ഇവിടുന്ന് റിസൈൻ ചെയ്തു അല്ലേ? വിദേശത്ത് പോകാനാണെന്ന് കേൾക്കണോ? ഇക്കുറി അതേ എന്ന ഭാവത്തിൽ ഉമ തലകുലുക്കി. ലിഫ്റ്റിനുള്ളിൽ വേറെയും ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവരുതേ എന്ന് അവൾ മനസ്സാ പ്രാർത്ഥിച്ചു. അത് ഫലിച്ചു. പക്ഷേ സഹപ്രവർത്തകരായ ഡോക്ടർമാരുടെ ഊഴം ആരംഭിച്ചതേയുള്ളൂ. ഡോക്ടർ ബാലഗോപാൽ എന്താ ഉമ റിസൈൻ ചെയ്തത്? ഡോക്ടർ രഘുറാമാണ് അന്വേഷിച്ചത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമായിരുന്നില്ലേ? ഉമ അപ്പോഴേക്കും ഒരു മറുപടി കണ്ടെത്തി കഴിഞ്ഞു. അതങ്ങനെ ചോദിക്കും? സംഭവം അറിഞ്ഞപ്പോഴേക്കും ആൾ സ്ഥലം വിട്ടു കഴിഞ്ഞു. അതിനെന്താ, ഞാൻ നമ്പർ തരാം. ഓ വേണ്ട, ബാലുവിൻ്റെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. വേഗം കക്ഷി സ്ഥലം വിട്ടു. അവൾക്ക് ആശ്വാസമായി. അടുത്ത ചോദ്യം ഹോസ്പിറ്റലിൽ ഉമയുടെ ഏക സുഹൃത്തായ ഡോക്ടർ അഞ്ജനയിൽ നിന്നായിരുന്നു. കുറച്ച് നാളായി ഇവിടെ ഒരു റൂമർ പരന്നിട്ട് ഉമയും ഡോക്ടർ ബാലഗോപാലും സെപ്പറേറ്റ് ചെയ്തെന്ന്. ഞാനത് അവഗണിച്ചു. അതാ ഉമയോടൊന്നും ചോദിക്കാനിത്. ഇപ്പോൾ ഡോക്ടർ ബാലു ഇവിടുന്ന് റിസൈൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു ശങ്ക. ലിവിങ് ടുഗദർ ആയിരുന്നുകൊണ്ട് പിരിയാൻ നിയമ നടപടികളൊന്നും വേണ്ടല്ലോ. എന്നാലും കുട്ടികളെ എന്ത് ചെയ്യും? ബാലുവിന് മക്കളെ ജീവനാണെന്ന് ഇയാൾ തന്നെ പറയാറുണ്ടല്ലോ. ഈ ടോപ്പിക്ക് ഉമയെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചോദിച്ചില്ലെന്ന് കരുതിക്കോളൂ. ന്യൂറോ സർജനായ അഞ്ജന 40 കഴിഞ്ഞ അവിവാഹിതയാണ്. അതിന് പിന്നിൽ ഒരു പ്രണയം നഷ്ടമുണ്ടെന്ന് കേട്ടിരിക്കുന്നു. തിരക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ രഹസ്യങ്ങളിൽ ജിജ്ഞാസയുള്ളവളല്ല അഞ്ജന. സൗഹൃദത്തിൻ്റെ പേരിലുള്ള അന്വേഷണമാണ്. കളവ് പറയേണ്ട കാര്യമില്ല. അമ്മുവിനെ ബാലു കൊണ്ടുപോയി. അപ്പു എൻ്റെ ഒപ്പമുണ്ട്. അത് ശരിയായോ ഉമ? തന്നേക്കാൾ അല്പം എൽഡർ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. വളരുന്ന ഒരു പെൺകുട്ടിക്ക് അച്ഛനേക്കാൾ ആവശ്യം അമ്മയെയാണ്. ഒരു എക്സ്ചേഞ്ച് ആലോചിച്ചുകൂടെ? അമ്മുവിന് ബാലുവിൻ്റെ അമ്മയുടെ ഛായയാണ്. അതുകൊണ്ട് അമ്മു ഒപ്പം വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അപ്പുവിനെ വിട്ടുകൊടുത്താലും കൊണ്ടുപോകാൻ തയ്യാറാണ്. മറ്റൊരു കരുതൽ കൂടി ബാലുവിനുണ്ട്. തൻ്റെ മകൾ ഒരു രണ്ടാഞ്ചിൻ്റെ കീഴിൽ വളരരുതെന്ന്. അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഉമയുടെ ചുണ്ടിലൊരു ചിരിയൂറി. അതിന് ഉമ ഒരു സെക്കൻഡ് മാരേജ് ആഗ്രഹിക്കുന്നുണ്ടോ? ഡോക്ടർക്കറിയാമല്ലോ എൻ്റെ മനസ്സ്. അഞ്ജന അവളെ ചേർത്ത് പിടിച്ചു. നല്ല മനസ്സുള്ളവർക്ക് ജീവിതം മൊത്തം ഒരു അഗ്നിപരീക്ഷണമായിരിക്കും കുട്ടാ. പക്ഷേ തോറ്റുകൊടുക്കാൻ പാടില്ല. നമ്മുടെ നന്മ കൊണ്ടായിരിക്കണം ജയിക്കേണ്ടതെന്ന് മാത്രം. ഡോക്ടർ ഇപ്പോഴും തനിച്ചല്ലേ താമസം? വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്നോളൂ. ഞാനും മോനും മാത്രമേ ഉള്ളൂ അവിടെ. അതൊന്നും വേണ്ട ഉമ. അഞ്ജന ചിരിച്ചു. ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചിട്ട് കാര്യമില്ലെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ കാലം തന്നെ പരിഹരിച്ചു തരണം. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉമ സിസ്റ്റർ ഹിമയെ ചെന്ന് കണ്ടു. അവൾക്ക് അത്ഭുതമായി. ഡോക്ടർ ആദ്യമായ എന്നോട് മിണ്ടുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഡോക്ടർ ബാലഗോപാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയതോടെ സമാധാനമായി ഇല്ലേ?
ബാലുവേട്ടൻ എന്ന് തന്നെ വിളിക്കൂ ഹിമ. എൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. അപ്പം തെറ്റിദ്ധാരണയുണ്ടായിരുന്നു എന്നത് സത്യമായല്ലേ? പക്ഷേ ബാലു അതറിയണ്ട. അതെന്താ? തെറ്റിദ്ധാരണകൾ മാറിയെങ്കിൽ ഇനി ഒന്നിച്ച് താമസിച്ചൂടെ? തെറ്റിദ്ധരിച്ചു. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഒരു കനത്ത കുറ്റമാണ്. അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ ഹിമ. സ്വയം ശിക്ഷിക്കാനാണോ ഡോക്ടർ പോണത്? അതെ. പക്ഷേ ബാലു അറിയണ്ട. ഞാൻ പറയും. നിങ്ങൾ രണ്ടുപേരും സുഖമായി ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ഹിമയുടെ കല്യാണം അറിയിക്കണം. ഞാൻ വരും. നല്ലൊരു സമ്മാനവും കൊണ്ടുവരും. അതിലൊക്കെ എനിക്കിഷ്ടം ബാലുവേട്ടനോ ഡോക്ടറും നിങ്ങളുടെ മക്കളോടൊപ്പം ഒരു വീട്ടിൽ സന്തോഷമായി ഒരുമിച്ച് ജീവിക്കുന്നതാ. ആ ഒരു സമ്മാനം എനിക്ക് തരുമോ ഡോക്ടർ? ഉമയുടെ കണ്ണുകൾ നിറഞ്ഞു. മറുപടി പറയാതെ അവൾ തിരിഞ്ഞു നടന്നു. ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഹിമ ഡോക്ടർ ബാലഗോപാലിനെ വിളിച്ചു. അയാൾക്ക് അത്ഭുതമായി. എന്താ കുട്ടി, നീ ആദ്യമാണല്ലോ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നത്. എന്താ, എന്തെങ്കിലും പ്രശ്നം? ബാലുവേട്ടനോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വിളിച്ചത്. എന്താ ഹിമ? ഇന്ന് ഡോക്ടർ ഉമാ മഹേശ്വരി എന്നെ കാണാൻ വന്നിരുന്നു. എന്തിന്? ബാലുവിൻ്റെ സ്വരത്തിൽ ഉത്കണ്ഠ കലർന്നു. ബാലുവേട്ടൻ പേടിക്കണ്ട. എന്നോട് ക്ഷമ ചോദിക്കാനാ പാവം വന്നത്. നമ്മളെ തെറ്റിദ്ധരിച്ചതാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. സത്യം? സത്യം. എങ്കിൽ പിന്നെ ബാലുവേട്ടനോടും മക്കളോടൊപ്പം ഒരുമിച്ച് താമസിച്ചൂടെന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട്? തെറ്റിദ്ധരിച്ച ബാലുവേട്ടനെ ദ്രോഹിച്ചതിന് സ്വയം ശിക്ഷിക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ബാലുവേട്ടൻ ചേച്ചിയെ അങ്ങോട്ട് വിളിക്കണം. കഴിഞ്ഞതിലൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയണം. പാവമായിട്ടാ അത്. സ്വന്തം തെറ്റ് ബോധ്യമായാലും ചിലർക്ക് തോറ്റു തരാൻ വിഷമം കാണും. എങ്കിലും നിൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചില്ലേ? ഞാൻ ആരാ? എന്നെ അവഗണിച്ച് മുഖം തിരിച്ച് നടന്നതല്ലാതെ പ്രത്യേകിച്ച് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുപോലല്ലോ ഏട്ടനോട് ചെയ്തത്. മായേച്ചിയും അഞ്ജനേച്ചിയും പറഞ്ഞ് കുറേയൊക്കെ എനിക്കറിയാം. എത്ര അപമാനവും സങ്കടവും അനുഭവിച്ചു ബാലുവേട്ടൻ. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക പോലും ചെയ്തില്ലേ? ബാലുവേട്ടൻ പുറത്താലും സ്വന്തം തെറ്റുകൾ അവർക്ക് പൊറുക്കാൻ കഴിയുന്നില്ലായിരിക്കും. അതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മഹത്യക്ക് ശ്രമിച്ചതൊക്കെ ഹോസ്പിറ്റലിൽ അറിഞ്ഞിട്ടുണ്ടാവുമോ? എങ്കിൽ ഉമയ്ക്കവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവുമല്ലോ. ഹോസ്പിറ്റലിൽ അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ അറിഞ്ഞത് മായേച്ചിയും ബാലുവേട്ടൻ്റെ അമ്മയും പറഞ്ഞ. ഏതായാലും ബാലുവേട്ടൻ ഉമേച്ചിയെ വിളിക്കണേ. അവളുടെ മനസ്സ് അല്പം കൂടി ശാന്തമാവട്ടെ ഹിമ. എനിക്കും അങ്ങോട്ട് വിളിക്കാൻ ഇത്തിരി ചമ്മലുണ്ട്. അതൊന്ന് മാറട്ടെ. എന്ന് വെച്ച് ഒരുപാട് താമസിക്കരുത്. ബാലുവേട്ടൻ റിസൈൻ ചെയ്ത് പോയതിൽ ഉമേച്ചിക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. നിനക്കും കൂടി വേണ്ടിയാ ഹിമ ഞാൻ അവിടുന്ന് പോകുന്നത്. ഉമയുടെ പെരുമാറ്റം മൂലം ആവശ്യമില്ലാത്ത ടോക്കൊക്കെ അവിടെ ഉണ്ടാവില്ലേ? നിനക്കും ഒരു ഭാവി ജീവിതം വേണ്ടതല്ലേ? ബാലുവേട്ടൻ ഇനി എവിടെയോ ജോയിൻ ചെയ്യാൻ പോണത്? ഇന്നലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തു കുട്ടി, കരുണയിൽ. അവിടുത്തെ സാലറി ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. രോഗികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നൊരു ഹോസ്പിറ്റലാണ് കരുണ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിന് വളരെ അടുത്തും. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ നിർത്തട്ടെ. ഓക്കെ ബാലുവേട്ടാ. ഹിമ തന്നെയാണ് സംഭാഷണം അവസാനിപ്പിച്ചത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അന്ന് രാത്രിയിൽ ബാലുവിന് ഡോക്ടർ റബേക്കയുടെ വിളി വന്നു. ഡോക്ടർ ബാലഗോപാലല്ലേ? ഞാൻ റബേക്കയാണ്. ബാലു ഇപ്പോൾ ഫ്രീ ആണോ? ഞാൻ കരുണ ഹോസ്പിറ്റലാണ്. എന്നാലും സംസാരിച്ചോളൂ. അമ്മു ഹാപ്പിയാണോ? അമ്മ വന്ന ശേഷം അവൾ ഉമയുടെ കാര്യം പറയുന്നേയില്ല. ഇടയ്ക്കിടെ സ്കൂളിൽ കൊണ്ടുപോയി അപ്പുവിനെ കാണിക്കാറുമുണ്ട്. ഉമ ഇന്നെന്നെ വിളിച്ചിരുന്നു. ഗുഡ് സമരിറ്റിയിൽ നിന്ന് ബാലു പോന്നതിൽ അവൾക്ക് വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നി. ഇക്കാര്യം സിസ്റ്റർ ഹിമയും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഉമ്മയ്ക്ക് ബാലുവിനോട് അതിരറ്റ സ്നേഹമുണ്ടെങ്കിലും പുറമേ അത് ഭാവിക്കാൻ അവളുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ലെന്നതാണ് സത്യം. ഞാനും സൈമണി ചൈനുമൊക്കെയായി ബാലുവിൽ കണക്റ്റഡാണെന്ന് അവൾക്കറിയാം. എനിവേ, അവൾ ബാലുവിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എങ്കിൽ എൻ്റെ കുട്ടികളുടെ ഭാഗ്യം. ഭാഗ്യം കുട്ടികളുടേത് മാത്രമാണോ? റബേക്ക കുസൃതിയിൽ ചിരിച്ചു. എൻ്റേതുമാവാം. ഉമ്മയെപ്പോലെ അത് സമ്മതിക്കാൻ എനിക്ക് ദുരഭിമാനമൊന്നുമില്ല. സ്നേഹത്തിന് മുന്നിൽ തോൽക്കാനും എനിക്കൊരു മടിയുമില്ല. വെളുപ്പിനെ അയാൾ ഫ്ലാറ്റിലെത്തുമ്പോൾ അമ്മ കുളിച്ച് കറുത്ത കര നേരിയതെടുത്ത് അമ്പലത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. പുത്തൻ കുപ്പായമണിച്ച് അമ്മുവിനെയും ഒരുക്കിയിരിക്കുന്നു. നീയും വേഗം കുളിച്ച് വേഷം മാറ്. ഇന്ന് ഉമയുടെ പിറന്നാളാണ്. കർക്കിടകത്തിലെ ചോതി. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കണം. ഒരു നെയ്പായസവും നീരാജനവും. ചോദ്യനാളിന് ജന്മദിശയാണെന്ന് ഒരു വാരികയിലെ വാരഫലത്തിൽ കണ്ടു. അവളുടെ പെറ്റമ്മയ്ക്ക് ഇതൊന്നും ഓർക്കാൻ നേരമില്ലല്ലോ. എനിക്ക് പക്ഷേ മറക്കാൻ പറ്റുമോ? ഒരു വൈമുഖ്യവും കാട്ടാതെ ബാലുവും കുളിച്ച് വേഷം മാറി. അമ്പലത്തിൽ നിന്ന് തിരികെ വന്ന ശേഷമാണ് സരള പ്രാതലുണ്ടാക്കിയത്. അമ്മുവിനെ സ്കൂളിലാക്കാൻ ബാലു ഇറങ്ങുമ്പോൾ അപ്പുവിന് കൊടുക്കാനായി ഒരു ചെറിയ ഡബ്ബയിൽ നെയ്പായസവും പായ്ക്ക് ചെയ്ത് നൽകി. മകളെ മമ്മാസിൽ എത്തിച്ച ശേഷമാണ് അയാൾ മകൻ്റെ സ്കൂളിൽ വന്നത്. അച്ചമ്മ തന്നയച്ച നെയ്പായസം ആദ്യം തന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അച്ചമ്മയ്ക്ക് എൻ്റെ വക 10 ഉമ്മ കൊടുക്കണം. അപ്പു അച്ഛനെ ചട്ടം കെട്ടി. അച്ചമ്മയ്ക്ക് 10 ഉമ്മയാണെങ്കിൽ പെറ്റമ്മയ്ക്ക് മോനിന്ന് 100 ഉമ്മ കൊടുക്കേണ്ടി വരും, ബാലു അറിയിച്ചു. ഇന്ന് നിൻ്റെ അമ്മയുടെ ആണ്ടുപിറന്നാളാ. അവളത് മറന്നു പോയിട്ടുണ്ടാവും. അതിൻ്റെ വകയാ ഈ നെയ്പായസം. പെട്ടെന്നാണ് അപ്പുവിൻ്റെ മുഖത്ത് ഇരുൾ വന്നു മൂടിയത്.
ആ കണ്ണുകൾ കലങ്ങി. കയ്യിലിരുന്ന നെയ് പായസത്തിൻ്റെ പാക്കറ്റ് അവൻ അച്ഛൻ്റെ നേർക്ക് നീട്ടി. എങ്കിൽ എനിക്കിത് വേണ്ട, അച്ഛൻ കൊണ്ടുപോയിക്കോ. അതെന്താ മോനു? അയാൾ മകൻ്റെ കൈ കവർന്നു. എനിക്ക് അമ്മയെ ഇഷ്ടമല്ല. അതെന്താ? മോൻ്റെ അമ്മയല്ലേ? അച്ഛനുമായി പിരിഞ്ഞെന്ന് വെച്ച് അമ്മയെ മോൻ വെറുക്കാൻ പാടില്ല. അമ്മയ്ക്കിപ്പോൾ മോനല്ലേയുള്ളൂ. മറുപടി പറയാതെ അപ്പു മുഖം കുനിച്ചു നിന്ന് ഏങ്ങലമർത്തി. എന്താ അപ്പു? ബാലു അവനെ ചേർത്ത് പിടിച്ചു. അമ്മയോട് സ്നേഹക്കുറവ് കാട്ടുന്നത് നല്ല സ്വഭാവമല്ല കേട്ടോ. അമ്മുവിന് അമ്മയോട് പിണക്കമില്ലല്ലോ. അവളേക്കാൾ നിന്നെയല്ലേ അമ്മ കൂടുതൽ സ്നേഹിച്ചത്. അതോടെ അപ്പുവിൻ്റെ കരച്ചിൽ ശക്തമായി. അയ്യേ! ബാലു മകൻ്റെ മുഖം തുടച്ചു. മറ്റു കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ചുറ്റും കണ്ണോടിച്ചിട്ട് അയാൾ ഒരിക്കൽ കൂടി ആ മുഖം തുടച്ചു കൊടുത്തു. അമ്മുവിനെ കാണാത്തതിൻ്റെ വിഷമം കൊണ്ടാ മോനു അമ്മയോട് വഴക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അധികം താമസിയാതെ നമ്മൾ 4 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയും അപ്പു. അമ്മയുടെ മനസ്സ് മാറുമെന്നാ റബേക്ക ആൻറ്റിയൊക്കെ പറയണത്. ഇല്ല. അച്ഛൻ്റെ കൈ തട്ടി മാറ്റി അവൻ. എന്നെ സമാധാനിപ്പിക്കാനായി അച്ഛൻ കള്ളം പറയുക. അമ്മയുടെ മനസ്സ് ഒരിക്കലും മാറില്ല. അമ്മ അച്ഛൻ്റെ ഒപ്പം വരികയുമില്ല. അമ്മ ഇപ്പോഴും താരയങ്കളിനെ വിളിക്കാറുണ്ടല്ലോ. അവർ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി. വീണ്ടും അപ്പു കരയാൻ തുടങ്ങി. ഇക്കുറി ബാലുവിന് മകനെ സാന്ത്വനിപ്പിക്കാനായില്ല. അയാളും വല്ലാത്ത ഒരു നടുക്കത്തിലും സങ്കടത്തിലും വീണുപോയി. നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണ് ഉമ്മ തനിക്ക് എത്ര പ്രിയപ്പെട്ടവളാണെന്ന് ബാലുവിന് ഓർമ്മ വരിക. അതോടെ മനസ്സ് തകരും, ദേഹം തളരും, ജീവിതം ഇരുട്ടിലാവും. പിന്നെ ആരും ഒന്നും മുന്നിലുണ്ടാവില്ല. കുഴഞ്ഞു നിൽക്കുന്ന അച്ഛനെ നോക്കി അപ്പു വിതുമ്പി. ഒരിക്കൽ കൂടി ആ നാവിൽ നിന്ന് ഒരാശ്വാസവാക്ക് അവൻ മോഹിച്ചു. പക്ഷേ ആൾ അനങ്ങുന്നേയില്ല. അച്ഛാ, അപ്പു വിളിച്ചു. ദയനീയമായി മകനെ ഒന്ന് നോക്കിയതല്ലാതെ അയാൾ ഒന്നും ശബ്ദിച്ചില്ല. അപ്പോഴേക്കും സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ബെൽ മുഴങ്ങി. ഞാൻ പോവാ. അവൻ തിരിഞ്ഞോടി. വരാന്തയിലെത്തിയതും നിന്നു. തിരിഞ്ഞു നോക്കി കൈവീശി. ബാലു അപ്പോഴും അനങ്ങിയില്ല. തിരികെ ഫ്ലാറ്റിലേക്കുള്ള യാത്രയിൽ 2 വട്ടം അയാൾ ആക്സിഡൻറ്റിൽ നിന്ന് വഴുതി രക്ഷപ്പെട്ടു. ഒരു തമിഴ് ലോറി ഡ്രൈവറുടെ വായിൽ നിന്ന് അസഭ്യം കേൾക്കേണ്ടിയും വന്നു. നൈറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് വരെ ഉറങ്ങണതായിരുന്നു ശീലം. അന്ന് ബാലുവിന് ഉറങ്ങാനായില്ല. സിസ്റ്റർ ഹിമയും ഡോക്ടർ റബേക്കയും തന്നെയും തൻ്റെ മക്കളെയും വെറുതെ ആശ്വസിപ്പിക്കുകയായിരുന്നെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പു പറഞ്ഞതാവും സത്യം. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുള്ള കുട്ടിയാണ് അവൻ. അച്ഛൻ്റെ പക്ഷം ചേർന്ന അപ്പുമാൻ എപ്പോഴും ചിന്തിക്കൂ. ഉമയുടെ ഫോണിലേക്ക് താരനാഥൻ വിളിക്കാറുണ്ടെങ്കിൽ മോന് നിസ്സാരമായി അത് കണ്ടുപിടിക്കാനാവും. തിരികെ വിളിച്ചാലും അത് മനസ്സിലാക്കാനാവും. വേണമെങ്കിൽ സംസാരിക്കുന്നവർ അറിയാതെ അത് റെക്കോർഡ് ചെയ്യാനും അവന് കഴിയും. താരനാഥനാണ് സ്വന്തം ദാമ്പത്യം തകർത്തതെന്ന് അറിഞ്ഞ ശേഷവോ ഉമ ആ ബന്ധം തുടരുന്നുവെങ്കിൽ ഇനിയും ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ആ വീട്ടിൽ നിന്ന് അമ്മുവിനെയും കൂട്ടി ഇറങ്ങിയപ്പോഴേ ആ ആശ ഉപേക്ഷിക്കുന്നതായിരുന്നു നല്ലത്. ഉമയുടെ ആത്മഹത്യ ശ്രമമാണ് വീണ്ടും പ്രതീക്ഷകൾ വിടർത്തിയത്. ഇല്ല, ഇനി ആ അവസ്ഥയ്ക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല. മകൻ ഫ്ലാറ്റിലുണ്ടായിരുന്നതിനാൽ സർല അയാൾക്കായി ഇഷ്ടപ്പെട്ട കറികളോടെ ഊണ് തയ്യാറാക്കിയിരുന്നു. അമ്മയുടെ സമാധാനത്തിൽ ഒരൽപ്പം കഴിച്ചുവെന്ന് വരുത്തിയിട്ട് ബാലു വീണ്ടും കിടക്കയിൽ ചെന്ന് കിടന്നു. വൈകുന്നേരം മമ്മാസിൽ പോയി അമ്മുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. കൊഞ്ചലും കിഞ്ഞാരവുമായി മകൾ ഒപ്പം കൂടിയതോടെ അയാൾ വീണ്ടും പഴയപടിയായി. പിന്നീട് 2-3 ദിവസത്തേക്ക് ബാലു അപ്പുവിനെ കാണാൻ സ്കൂളിൽ പോയില്ല. അപ്പോഴാണ് ഒരു രാത്രി ഉമയുടെ ഫോണിൽ നിന്ന് കാൾ. എടുത്തപ്പോൾ അപ്പുവാണ്. അച്ഛനെന്താ സ്കൂളിൽ വരാത്തത്? ദിവസേന വരാൻ പറ്റുമോ മോനു? അച്ഛന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? പുതിയ ഹോസ്പിറ്റലിലാണെങ്കിൽ ജോലിഭാരം അധികമാ. മോൻ വിഷമിക്കണ്ട, എപ്പോഴെങ്കിലുമൊക്കെ അച്ഛൻ വരാം. അമ്മ അറിഞ്ഞുകൊണ്ടാണോ വിളിക്കണത്? അല്ല, അമ്മ ഡ്യൂട്ടിയിലാ. പിന്നെ ഞാനെന്ന് പറഞ്ഞത് അച്ഛന് വിഷമമായി അല്ലേ? സത്യം പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൂട്ടാ? നമുക്കത് വിടാം. ഫോണിൽ വിളിക്കുന്നത് വിട്ടേക്കാം. പക്ഷേ അയാളിവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഇഷ്ടം കൂടാതെ വന്നാൽ ആ നിമിഷം തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോരും. അല്പസമയത്തേക്ക് ബാലുവിന് ശബ്ദിക്കാനായില്ല. അച്ഛനെന്താ മിണ്ടാത്തത്? അപ്പുവിൻ്റെ സ്വരം മാറി. ഞാൻ അങ്ങോട്ട് വരുന്നത് അച്ഛന് ഇഷ്ടമല്ലേ? നിന്നെയും അമ്മുവിനെയും എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ അപ്പു. പിന്നെന്താ അച്ഛൻ മറുപടി പറയാഞ്ഞത്? അമ്മയെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് പോരുന്നത് ശരിയാണോ അപ്പു? അമ്മയ്ക്ക് പിന്നെ ആരുണ്ട്? അയാളില്ലേ? ഫോണിൽ വിളിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാനിനി അത് വാച്ച് ചെയ്യാനൊന്നും പോണില്ല. പക്ഷേ വീട്ടിലേക്ക് അയാൾ വന്നാൽ ഞാൻ ഇവിടുന്ന് പോരും. അച്ഛനെന്നെ വേണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. നീ ചെറിയ കുട്ടിയല്ലേ അപ്പു? അല്ല, വരുന്ന ബർത്ത്ഡേക്ക് എനിക്ക് 11 വയസ്സാവും. മോനൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മ ചെറുപ്പം വിടാത്ത ഒരു പെണ്ണല്ലേ? അമ്മയ്ക്കും ഒരു തുണ ആവശ്യമല്ലേ? അച്ഛനും ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛനും വേറെ മാരി ചെയ്യുമോ? മോൻ വെറുതെ എഴുതപ്പുറമൊന്നും വായിക്കണ്ട. അച്ഛൻ്റെ അവസ്ഥയല്ല അമ്മയുടേത്. അച്ഛനൊരു പുരുഷനാണ്. തനിച്ച് ജീവിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. സ്ത്രീകളുടെ അവസ്ഥ അതല്ല. എങ്കിൽ അമ്മയ്ക്ക് അച്ഛൻ്റെ ഒപ്പം താമസിച്ചുകൂടെ? അതല്ലേ ഞങ്ങൾക്കിടയിലെ പ്രോബ്ലം. അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് മറ്റൊരു ആളോടാവും ഇഷ്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത് എങ്ങനെ? മനുഷ്യ ജീവിതം എന്നത് കുറച്ചൊരു പീരീഡല്ലേ ഉള്ളൂ.
ആ ഇത്തിരി സമയം മൊത്തം ഇഷ്ടമില്ലാത്തവരുള്ള ആളോടൊപ്പം ജീവിച്ചാൽ പിന്നെ ആ ജീവിതത്തിന് എന്തുകൊണ്ടൊരു സുഖപ്പൂ. മരിക്കാൻ കിടക്കുമ്പോൾ ഓർക്കാൻ മധുരമുള്ള എന്തെങ്കിലും വേണ്ടേ? തമാശ മട്ടിൽ അയാൾ ചിരിച്ചു. അപ്പോൾ പക്ഷേ ഗൗരവത്തിലായിരുന്നു. ഓക്കെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം താമസിച്ചോട്ടെ. പക്ഷേ താരയെങ്കിലിനെ എനിക്കിഷ്ടമല്ല. അയാൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഇവിടുന്ന് പോവും. അയാൾ വന്നിട്ടല്ലേ പോവൂ. പോകുന്ന വിവരം ആദ്യം അമ്മയോട് പറയണം. അതാണ് ആണത്തം. എന്നിട്ട് അച്ഛനെ വിളിക്കണം. അച്ഛൻ കാറുമായി വന്ന് മോനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരും. മതിയോ? സന്തോഷം കൊണ്ട് അപ്പുവിന് കരച്ചിൽ വന്നു. മതി. അവൻ്റെ തൊണ്ട ഇടറി. ഒരു കാര്യം, ബാലു നിബന്ധന വച്ചു. താരാനാഥൻ വന്ന ശേഷമേ മോൻ പോരാവൂ. അമ്മയെ തനിച്ചാക്കി പോരുന്നത് ക്രൂരതയാ. സമ്മതിച്ചോ? അപ്പു ശബ്ദം താഴ്ത്തി മൂളി. എങ്കിൽ ഹോം വർക്കുകൾ ചെയ്തിട്ട് മോൻ കിടന്നുറങ്ങിക്കോളൂ. നാളെ തന്നെ അച്ഛൻ മോനൊരു മൊബൈൽ ഫോൺ സ്കൂളിൽ എത്തിക്കാം. രാത്രി തനിച്ചാകുമ്പോൾ അച്ഛനെ വിളിക്കാൻ. താങ്ക് യു അച്ഛാ. അവന് സന്തോഷമായി. പിറ്റേന്ന് അയാൾ മകന് നൽകിയ വാക്ക് പാലിക്കുകയും ചെയ്തു. കരുണ ഹോസ്പിറ്റലിൽ ജോലി കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും ഗുഡ് സമരിറ്റനിലെ അപേക്ഷിച്ച് കുറച്ച് നല്ല സുഹൃത്തുക്കളെ ബാലുവിന് കിട്ടി. എല്ലാവരും ഇങ്ങോട്ട് വന്ന് ബന്ധം സ്ഥാപിച്ചതാണ്. അതിൽ പ്രധാനി അവിടുത്തെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ സിൻഡർലയായിരുന്നു. ഒന്നും പറയാതെ തന്നെ ബാലുവിനെ കുറിച്ച് എല്ലാം അറിയുന്ന വ്യക്തിയായിരുന്നു അവൾ. ഒരു ഹോസ്റ്റലിലാണ് സിൻഡർലയുടെ താമസം. പീഡിയാട്രിഷ്യൻ എന്ന നിലയ്ക്ക് ചില കുട്ടികളെ മാനസിക വൈകല്യങ്ങൾക്ക് ബാലു റെക്കമെൻഡ് ചെയ്തിരുന്നത് ഡോക്ടർ സിൻഡർലയാണ്. നല്ല അടുപ്പമായിട്ടും അയാൾക്ക് പക്ഷേ അവളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. 30 കഴിഞ്ഞെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് സിൻഡർല അവിവാഹിതയായിരിക്കുമെന്ന് ബാലു ധരിച്ചു. ആ നിലയ്ക്ക് ഒരിക്കൽ പേരിന് മുന്നിൽ മിസ് ചേർത്തപ്പോഴാണ് അയാൾ തിരുത്തിയത്. നോ ഡോക്ടർ, ഞാൻ മിസ്സല്ല, വിവാഹം കഴിഞ്ഞവളാണ്. വിവാഹമോചനവും. അയാൾക്ക് അത്ഭുതമായി. അതെന്ത് പറ്റി? മാനസിക ഐക്യം ഉണ്ടായില്ല അല്ലേ? ഓ, സിൻഡർല തലവെട്ടിച്ചു. മാനസിക ഐക്യത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. 2 വർഷം അടിച്ചു പൊളിച്ച് കടന്നുപോയി. അപ്പോഴേക്കും ഹസ്ബൻഡിന് ഒരു കുട്ടി വേണമെന്ന് നിർബന്ധമായി. പരിശോധനയിൽ ഞാൻ സ്റ്റെറിലാണെന്ന് വ്യക്തമായി. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. അദ്ദേഹത്തിന് പക്ഷേ സ്വന്തം കുഞ്ഞിനെ തന്നെ വേണം. അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ സ്വത്തൊക്കെ എഴുതി വയ്ക്കണ്ടേ? ആരെൻ്റെ അവിഹിത സന്തതിക്ക് ഉള്ളതെല്ലാം എഴുതി കൊടുത്തിട്ട് പറക്കമുറ്റുമ്പോൾ അതങ്ങ് പറന്നു പോയാലോ എന്നായിരുന്നു കക്ഷിയുടെ ചോദ്യം. ബാലു നിശ്ചലം കേട്ടിരുന്നു. ഞാൻ എന്ത് വേണമെന്ന് തിരികെ ചോദിച്ചപ്പോൾ മുഖത്ത് നോക്കാതെ കക്ഷി പറഞ്ഞു, നമുക്ക് പിരിയാമെന്ന്. സഹിക്കാനായില്ല എനിക്ക്. എന്ന് വെച്ച് വേറെ പോകാൻ വഴിയില്ലായിരുന്നു. ഒടുവിൽ ഞാൻ വഴങ്ങി. ആൾ വേറെ വിവാഹം ചെയ്തു, കുട്ടിയുമായി. ഇപ്പോൾ കുടുംബസമേതം ബാംഗ്ലൂരിലാണ്. ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ? എന്തിന്? ഞാൻ എൻ്റേതായ ലോകത്ത് ജീവിക്കുന്നു. അമ്മയില്ലാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പത്രങ്ങളിൽ വന്ന ചില വിവാഹ പരസ്യങ്ങളിലൊക്കെ വിളിച്ചത് തിരക്കി. മനുഷ്യൻ സ്വാർത്ഥര ഡോക്ടർ ബാലഗോപാൽ. പിന്നെ എങ്ങനെയാ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനാവുക? മാരേജിൽ നല്ലത് ഫ്രണ്ട്ഷിപ്പാണ്. പരസ്പരം കെട്ടുകളൊന്നുമില്ല. വേണ്ടെന്ന് തോന്നുമ്പോൾ പുഞ്ചിരിയോടെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയാം. വേണ്ടെന്ന് തോന്നുന്ന ആളിനെ പുഞ്ചിരിക്കാൻ കഴിയൂ സിൻഡർല. സ്നേഹത്തിൻ്റെ പശയടങ്ങാത്ത മനസ്സിന് അപ്പോഴും കരയുകയേ നിവൃത്തിയുള്ളൂ. സ്വന്തം അനുഭവം ഓർത്താവാം. അയാളുടെ കണ്ണുകൾ നനഞ്ഞു. എന്നിട്ടും പുഞ്ചിരിയോടെയാണ് കൺപീരികളിലെ നനവ് ടവലുകൊണ്ട് ഒപ്പിയത്. അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പായി മാറി. കഥ തുടരും.